ഹലോ ഗൈസ്, ഇത് ഞാനും എൻ്റെ ചേട്ടനും അമ്മയും വല്യമ്മയും കൂടെ കുറച്ചധികം നാൾക്ക് മുന്നേ ഒരു കൺവെൻഷന് പോയതിൻ്റെ വീഡിയോ ആണ്. അന്ന് പോയപ്പോൾ ഞാൻ ഇതെടുത്ത് വെച്ച് ഫുൾ എഡിറ്റും ചെയ്ത് വെച്ച്, പക്ഷെ വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കാരണം ഇത്ര നാളായിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇതിന് വോയിസ് ഓവർ കൊടുത്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന്. ഇതാണ് നമ്മളുടെ പത്തനംതിട്ടക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെറുകോൽപ്പുഴ കൺവെൻഷൻ. ഞാൻ ഓൾറെഡി മാരാമൻ കൺവെൻഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഈ മാരാമൻ കൺവെൻഷനും ചെറുകോൽപ്പുഴ കൺവെൻഷനും ഓരോ ആഴ്ച ഇടവിട്ട് എല്ലാ വർഷവും നമ്മുടെ പത്തനംതിട്ടയിൽ വരുന്നൊരു കാര്യമാണ്. അവിടെ പോകുമ്പോൾ കുറേ കടകളും കുറേ കഴിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു റിലീഫാണ് അവിടെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് കെട്ടിച്ച് വിട്ടിട്ട് പിന്നെ കുറേ നാളായിട്ട് കാണാത്ത ചേച്ചിമാരെ, പിന്നെ കുറേ നാളായിട്ട് കാണാത്ത എന്താ പറയുക കുഞ്ഞുങ്ങളെ, കുട്ടികളെ എല്ലാവരെയും നമുക്ക് അവിടെ പോകുമ്പോൾ കാണാൻ പറ്റും. കൊച്ചിയിലേക്ക് ഞാൻ മെയിനായിട്ട് ഇതിൽ പോകുമ്പോൾ മേടിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. തലയിൽ വെക്കുന്ന ക്ലിപ്പ്, സ്ലൈഡ്, പിന്നെന്താ പറയുക ഈ ക്ലാസ്സിലൊക്കെ കൊണ്ടുവന്ന ഇറേസർ, പിന്നെ ഈ പെൻസിലൊക്കെ പല ടൈപ്പിലുള്ള പെൻസിൽ, അതൊക്കെയാണ് ഇവിടെ നിന്ന് മെയിനായിട്ട് ഞാൻ മേടിക്കുക. പക്ഷേ ഈ തവണ പോയപ്പോൾ എന്തെന്നറിഞ്ഞൂടെ ഒരു എക്സൈറ്റ്മെൻറ്റും അധികമായിട്ട് തോന്നിയില്ല. നമ്മൾ പോയെന്ന് വെച്ചാൽ ഇത് തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലാണ്. അപ്പോൾ അധികം കടകളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പെൻസിൽ, റബ്ബർ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെന്ന്. അതാണ് ഈ കാണുന്നത്. ആ കടയിൽ നമുക്ക് കുറേ ബുക്ക്, പിന്നെ ഈ കുട്ടികളൊക്കെ കണ്ടാൽ കുറച്ചുകൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പിലുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ടോയ്സ് അങ്ങനത്തെയൊക്കെയാണ്. നമ്മളന്ന് പോയപ്പോൾ ഒരു ബജ്ജി കടയിൽ കയറി. അവിടെ പോയിട്ട് ആദ്യം നമ്മൾ മുട്ട ബജ്ജിയും പിന്നെ ഉള്ളിവടയും മേടിച്ച്. എനിക്ക് ആ മുട്ട ബജ്ജി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേട്ടനാണെങ്കിൽ എനിക്ക് ഈ ഉള്ളിവട മേടിച്ച് തന്ന്. ഞാൻ ആ ഉള്ളിവട കഴിച്ചിട്ട് ആ മുട്ട ബജ്ജി കഴിച്ചപ്പോൾ എനിക്ക് ആ മുട്ട ബജ്ജിയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഇവർ മറ്റേ മുളക് ബജ്ജി, ഐസ്ക്രീം ഇതൊക്കെ കഴിക്കുന്നു. ഞാനാണ് ഈ ഐസ്ക്രീം ഒന്നും കഴിക്കില്ല. പക്ഷേ ഇവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതൊക്കെ കഴിക്കുന്നു എൻ്റെ മുന്നിൽ വെച്ച്. ഞാൻ പിന്നെ അവരുടെ അതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു. ചേട്ടനാണ് ആ ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്നോട് പറഞ്ഞ് അവിടെ എവിടെയോ മസ്കാ ബൺ കിട്ടുന്നുണ്ടെന്ന്. ഞാനത് ട്രെൻഡായി തുടങ്ങിയ സമയത്ത് എന്തോ കഴിച്ചതാണ്. ആ കഴിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ കുറേ തപ്പി അവസാനം ആ കട കണ്ടുപിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ കടകളിൽ കയറി. ഇതൊക്കെയാണ് ആ കടകൾ. അങ്ങനെ നമ്മൾ മുട്ടായി കടയിൽ കയറി, പിന്നെ തുണിക്കടയിൽ കയറി. പക്ഷേ ഇവിടെ നിന്നൊന്നും സാധനങ്ങളൊന്നും നമ്മൾ അധികം മേടിച്ചില്ല. സാധാരണ നമ്മൾ ഇങ്ങനത്തെ കടയിലൊക്കെ പോകുമ്പോൾ കുറേ സാധനങ്ങൾ മേടിക്കും. ചുമ്മാ ആവശ്യമില്ലാത്തതാണെങ്കിലും നമ്മൾ മേടിക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു മേടിക്കണമെന്നുള്ളൊരു മൈൻഡൊന്നും ഇല്ല. അങ്ങനെയാണ് ബൺ മസ്കയുടെ കാര്യം. അവസാനം തിരഞ്ഞ് ബൺ മസ്കയെ മേടിച്ച് കഴിച്ച് നമ്മൾ തിരിച്ച് പോകാമെന്നുള്ള സ്റ്റാൻഡിലാണ്. അത് ഞാൻ മേടിച്ചു കൊടുത്തപ്പോൾ ചേട്ടൻ പറയുന്നു വേറെന്തോ മേടിച്ചു കൊടുക്കാൻ. അങ്ങനെ അതും മേടിച്ചു കൊടുത്ത്. ജ്യൂസ് എന്തോ ആയിരുന്നത്, എന്തോ കരിക്കല്ല കാന്താരി ജ്യൂസ് മേടിച്ച് ചേട്ടൻ കുടിച്ചു. അത് കുടിച്ചപ്പോഴത്തേന് അമ്മയ്ക്ക് കുറച്ച് കൊടുത്ത്. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അമ്മയും വല്യമ്മയും അത് മേടിച്ച്. സത്യം പറഞ്ഞാൽ അത് നല്ല ടേസ്റ്റും ഉണ്ടായി. അപ്പോഴാണ് പോകുന്ന വഴിക്കൊരു മുട്ടക്കുഞ്ഞിനെ കണ്ടത്. അതിനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചിട്ടൊക്കെ നമ്മൾ തിരിച്ച് പോവുകയാണ്. പാലം കയറിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ പാലം കയറി നമ്മൾ അപ്പുറത്തെ കരയിലെത്തി. അവിടെ നിന്ന് കുറച്ച് നേരം കപ്പലിൻ്റെയൊക്കെ മേടിച്ച് നമ്മൾ ചെറുകെ മേളിലോട്ട് നടക്കുവാണ്. അപ്പോൾ നമ്മൾ കൺവെൻഷന് പോയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.